ഫ്ലാൻഡോസ് മിസ്റ്റിക്കൽ റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഷാലി സിജി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു അടിപൊളി കോംബോ ഇൻഡോറിലേക്കൊക്കെ പ്ലാന്റുകൾ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു കോംബോയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഒത്തിരി പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട്. ഒത്തിരി പേര് ചോദിക്കാറുണ്ടല്ലോ, നമ്മൾ മെയിനായിട്ടും ഇൻഡോർ പ്ലാന്റ്സുകൾ കൊക്കോപീറ്റിൽ വരുന്ന പ്ലാന്റുകളൊക്കെയാണല്ലോ കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്ഡോർ പ്ലാന്റ്സുകളൊക്കെ ഒന്ന് കുറച്ച് ചെയ്യണം എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കുറച്ച് ഔട്ട്ഡോർ പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റുകളെല്ലാം കാറ്റലോഗിലുണ്ട് കേട്ടോ. അപ്പോൾ കാറ്റലോഗിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ്സുകളല്ലാതെ ഒത്തിരി പ്ലാന്റ്സുകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പുതിയ സ്റ്റോക്ക് വന്നേക്കുന്നത് മാത്രമാണ് ഇപ്പോൾ കാണിച്ചു പോകണുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള പ്ലാന്റ്സുകളെല്ലാം കാറ്റലോഗിലുണ്ട്. കാറ്റലോഗിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഇനി കാറ്റലോഗ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ വാട്സപ്പിലേക്ക്, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറാണ്, അപ്പോൾ അതിലേക്ക് ഒരു മെസ്സേജ് തന്നാൽ മതി. ഓർഡർ ചെയ്യാനായിട്ട് നമുക്ക് കാറ്റലോഗിൽ എല്ലാ പ്ലാന്റ്സുകളും നമ്മൾ ഇപ്പോൾ കാണിക്കുന്നതും കാണിക്കാത്തതുമായ പ്ലാന്റ്സുകളെല്ലാം കാറ്റലോഗിലുണ്ടാവും. കാറ്റലോഗ് കാർട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് സെൻഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ വാട്സപ്പിലേക്ക് അത് മെസ്സേജ് വന്നോളൂ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് വേഗത്തിൽ പ്ലാന്റ്സുകൾ കാണിച്ചു പോകാം. അപ്പോൾ എല്ലാവരും നോമ്പിൻ്റെയൊക്കെ ഇതിലാണെന്നറിയാം. റമദാൻ മാസത്തിൻ്റെയും അതുപോലെ ക്രിസ്ത്യാനികളുടെ ആണെങ്കിലും ഈസ്റ്ററിൻ്റെയൊക്കെ അനുബന്ധിച്ചിട്ടുള്ള നോമ്പുകളും പ്രാർത്ഥനകളൊക്കെയാണ്. അപ്പോൾ ഞങ്ങളും ഈസ്റ്ററിൻ്റെ ഇതിലേക്ക് ഒത്തിരി പ്രാർത്ഥനയിലേക്കൊക്കെ കടക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റട്ടെ. പരസ്പരം നമുക്ക് പ്രാർത്ഥനയിൽ ഒന്നാകാം. എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറേയൊക്കെ പേർക്കെങ്കിലും അറിയാം. അപ്പോൾ എനിക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും കൂടെ ഓർക്കണേ. അപ്പോൾ നമുക്ക് പ്ലാന്റ്സുകൾ കാണിച്ചു പോകാം കേട്ടോ. അപ്പോൾ കൂഫിയ നമുക്ക് പല ടൈപ്പുള്ള കൂഫിയ വരാറുണ്ട് നമുക്ക്. അപ്പോൾ ഇപ്പോൾ വന്നേക്കുന്നത് നമ്മൾ വൈറ്റ് കൂഫിയ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഓർഡർ ആയിരുന്നു, പക്ഷേ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈറ്റ് കൂഫിയ അതപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ തന്നെ ഗോൾഡൻ കളറ് ഒരു സ്റ്റോക്ക് വന്നിട്ടുണ്ട്. കൂഫിയ നമ്മൾ ഈ കളറ്, ഈ പൂവിൻ്റെ കളറുള്ള കൂഫിയ ചെയ്യാറുണ്ട്. അതിപ്പോൾ സ്റ്റോക്കിലില്ല. അതിൻ്റെ ഗോൾഡൻ കളറ് ഇല വരുന്നതാണ് കേട്ടോ. വെയിലത്ത് വെക്കുമ്പോഴാണ് നല്ല വെയിൽ വേണ്ട പ്ലാന്റുകൾ തന്നെയാണ്. പിന്നെ നന്നായിട്ട് വെള്ളം വേണ്ട പ്ലാന്റ് തന്നെയാണ്. മണ്ണിലാണ് പ്ലാന്റുകൾ വന്നേക്കുന്നത്. അപ്പോൾ മണ്ണ് നമ്മൾ കുറച്ച് മാറ്റി കളഞ്ഞിട്ടായിരിക്കും വിടുക കേട്ടോ. പിന്നെ ഉള്ളത് മെഡിനില്ല നമ്മൾ നേരത്തെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ സ്റ്റോക്കിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പൂ ഞാൻ സ്ക്രീനിൽ കാണിച്ചേക്കാമേ. ചിലതിലൊക്കെ മൊട്ടുകൾ വരുന്ന പരുവത്തിലാണ്. ഇപ്പോൾ ഒരു ചെറിയ പ്ലാന്റാണ് ഞാൻ കാണിച്ചേക്കുന്നത്. അത്രയ്ക്ക് പെർഫെക്ഷൻ ഉണ്ടാവില്ല കേട്ടോ. കാരണം ഈ നമ്മൾ മെഡിനില്ലയൊക്കെ ഇങ്ങനെയുള്ള പ്ലാന്റുകൾ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ഈ കട്ട് ചെയ്തിട്ടാണ്, ഇലകളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും. വെച്ചാൽ വേഗത്തിൽ വേര് പിടിക്കാൻ വേണ്ടിയിട്ട് തണ്ട് നടുമ്പോഴത്തേക്കും തന്നെ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത് ചീത്തയായി പോയേക്കണതല്ല, അങ്ങനെയൊക്കെ ഉള്ള ഇലകൾ ഉണ്ടാവും കേട്ടോ താഴെയുള്ളത്. ഈ ഒരു പരുവത്തിലുള്ള പ്ലാന്റാണ് ഇത്. ഏറ്റവും ചെറുത് തന്നെയാണ്, വലുത് തന്നെയാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അത് സ്റ്റോക്കിലുണ്ട്. മെഡിനില്ല നല്ല പിങ്ക് കളറ് പൂ, ഇങ്ങനെ ചാടി കിടക്കുന്ന ടൈപ്പ് ഒരു പൂവാണ്. ഞാൻ സ്ക്രീനിൽ കാണിച്ചേക്കാമേ. പിന്നെ മെലസ്റ്റോമ വയലറ്റ് കളറ് ചെറിയ പ്ലാന്റുകൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിക്കോളൂ, വില കുറഞ്ഞിട്ടുള്ള പ്ലാന്റുകളാണ്. പിന്നെ നമ്മളുടെ ഫേൺ വെറൈറ്റി, ഒത്തിരി പേര് ഫേൺ ചോദിക്കുന്നുണ്ടെങ്കിൽ മഴക്കാലമൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ ഫേണുകളൊക്കെ കൊണ്ടുവരാം. ഇതിപ്പോൾ നമ്മളുടെ ബട്ടൺ ഫേൺ ആണ്. ഈ ഒരു പരുവത്തിലുള്ള പ്ലാന്റുകളാണ് സ്റ്റോക്കിലും അവൈലബിൾ ആയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ സ്റ്റോക്കിലുണ്ട്. പിന്നെ ഉള്ളത് നമ്മൾ കോളിയസ് പ്ലാന്റുകൾ നേരത്തെ കൊണ്ടുവരാറുണ്ടായിരുന്നല്ലോ. നേരത്തെ ഒത്തിരി വെറൈറ്റികൾ ചെയ്യാറുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ വെറൈറ്റി ആയിട്ടുള്ളൊരു കോളിയസ് വെറൈറ്റി സ്റ്റോക്കിലുണ്ട് കേട്ടോ. ഇതിൻ്റെ മജന്ത കളർ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, അതിപ്പോൾ സ്റ്റോക്കിലില്ല. ഇത് നല്ല ഭംഗിയാണ്. അപ്പോൾ അതും സ്റ്റോക്കിലുണ്ട് കേട്ടോ. വേഗത്തിലൊക്കെ നമുക്ക് മുറിച്ച് നടാലോ. പിന്നെ ഫിഡിലി ഫിഗ് ഈ ഒരു പരുവത്തിലുള്ളത് അത് സ്റ്റോക്കിലുണ്ട്. അപ്പോൾ ഇങ്ങനെ കേട്ടോ. ഇത് ഫിഡിലി ഫിഗ് ഞാൻ കഴിഞ്ഞ ദിവസം ടൂർ പോയ കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഹോട്ടലിലൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് ഫിഡിലി ഫിഗാണ് സെറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് ഇങ്ങനെ ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഒരു 3 എണ്ണമൊക്കെ, ഒരു വലിയ പോട്ടിൽ 3 എണ്ണമൊക്കെ 3-4 സെറ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ തണ്ടതായിട്ട് നിൽക്കുന്ന പ്ലാന്റുകൾ, അപ്പോൾ ഒരു സ്റ്റെമ്മൊക്കെ ഒരു താങ്ങൊക്കെ കൊടുത്തിട്ട് അങ്ങനെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനതിൻ്റെ ഫോട്ടോ കാറ്റലോഗിൽ കൊടുത്തേക്കാം കേട്ടോ. ഇതിൻ്റെ ഫോട്ടോ കൊടുക്കുമ്പോൾ കാറ്റലോഗിൽ ആ ഫോട്ടോയായിരിക്കും കൊടുത്തേക്കുന്നത് കേട്ടോ. ഒരു എയർപോർട്ടിൽ സെറ്റ് ചെയ്തേക്കുന്നത് എടുത്തേക്കണ ഫോട്ടോയാണ്. ഞാൻ എടുത്തേക്കണ ഫോട്ടോയാണ്. അത് ഞാൻ കൊടുത്തേക്കാമേ. കാറ്റലോഗിൽ കൊടുത്തേക്കാം കേട്ടോ. ഫസ്റ്റ് ഫോട്ടോ ആയിട്ട് അത് കൊടുത്തേക്കാം. സെക്കൻഡ് ഫോട്ടോ ആയിട്ട് ഇതിൻ്റെ ഒറിജിനൽ ഫോട്ടോയും കൊടുത്തേക്കാം. പിന്നെ നമുക്ക്
പെന്നിവെട്ട് കേട്ടോ. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒത്തിരി പേർക്ക് ആവശ്യമുണ്ടായിരുന്നു. ഈ പെന്നിവെട്ട് വരുമ്പോൾ നമ്മൾ വെള്ളത്തിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. വെള്ളത്തിൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ നമ്മൾ മണ്ണും ചണകപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ നമുക്ക് മണ്ണിൽ നടാം കേട്ടോ. ഇത് മണ്ണും ചണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിൽ നടുമ്പോഴാണ് പെട്ടെന്ന് വളർച്ച ഉണ്ടാവുന്നത്. അപ്പം നമ്മളിത് ഈ ഒരു പരുവത്തിലൊക്കെയുള്ള പ്ലാന്റുകളാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ആയിരിക്കും, വലിയ ഭംഗി ഉണ്ടാവില്ല കേട്ടോ. കാണുമ്പോൾ ഭംഗി ഉണ്ടാവില്ല, എൻ്റെ കയ്യിലും വരുമ്പോൾ ഭംഗി ഉണ്ടാവില്ല. ചിലപ്പോൾ ഇങ്ങനെ തളർന്ന മുതലേക്ക് ആയിരിക്കും കിടക്കുന്നത്. അത് വെള്ളത്തിലായതുകൊണ്ടാണ്. അപ്പോൾ വേഗത്തിൽ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് വന്നു കഴിയുമ്പോൾ തളർച്ച കാണുവാണെങ്കിൽ ഒരു വിഷമം വിചാരിക്കേണ്ട, വേഗത്തിൽ തന്നെ വെള്ളത്തിലേക്ക് വെച്ചോളൂ കേട്ടോ. വെള്ളം വലിച്ചെടുക്കുമ്പോഴത്തേക്കും ചെടി ഓക്കെ ആയിക്കോളും. ഞാൻ എന്താ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു 10 ദിവസം മുമ്പ് ഒരു ചെറിയൊരു തണ്ടിട്ടതാണ് കേട്ടോ. അതായത് ഈ ഒരു പരുവത്തിൽ നല്ല ഭംഗി എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾക്ക് ബാൽക്കണിയിലൊക്കെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റ് ഔട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പോട്ടിൽ, വലിയ വൈറ്റ് പോട്ടിലൊക്കെയാണ്. ഞാനൊരു ചെറിയ പോട്ടിൽ ഇങ്ങനെ വെറുതെ ഇട്ടുന്നുള്ളൂ. ഒരു ഐസ്ക്രീമിൻ്റെ ബൗളാന്ന് തോന്നുന്നു. അതിങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഇട്ടുന്നുള്ളൂ. അതാ ഇതിപ്പോൾ നല്ല ഭംഗിയിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് വേഗത്തിൽ വളർന്നെടുക്കാൻ പറ്റും. പിന്നെ ഒന്നും കൂടെ ഫാസ്റ്റിൽ വളർച്ച വരണമെങ്കിൽ കുറച്ച് ചാണകം, പച്ചച്ചാണകം കലക്കിയിട്ട് അതിൻ്റെ തെളിയൊഴിച്ച് കൊടുത്താൽ മതി. പിന്നെ NPK ഡൈലൂട്ട് ചെയ്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഭയങ്കര പെട്ടെന്നായിരിക്കും വളർച്ച കേട്ടോ. അല്ലെങ്കിൽ തന്നെ ഒരു 15 ദിവസം കൊണ്ട് നല്ല വളർച്ച കാണിക്കും. അപ്പോൾ കുറച്ചും കൂടെ വളർച്ച കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നട്ടിട്ട് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഈ ഞാൻ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തേക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ കോംബോയിലേക്ക് പോകും. ഇന്നത്തെ കോംബോ റബ്ബർ പ്ലാന്റിന്റെ കോംബോയാണ്. ഒറ്റ കോംബോയേ ഉള്ളൂ കേട്ടോ. ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു ക്രീമും എന്താ കളറ്, ക്രീമും പച്ചയും അല്ലേ, ഈ ഒരു കളർ ഇട്ടാ നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് കുറച്ച് ഹൈറ്റ് വെച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് സൈഡിന് ഷൂട്ടുകളൊക്കെ വളർത്തി നല്ല ഭംഗിയിലാക്കി നല്ല തിക്കായിട്ടൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം ഇങ്ങനെ തന്നെ നിൽക്കുമ്പോൾ അത്രയ്ക്ക് ഭംഗി ഉണ്ടാവില്ല. എപ്പോഴും പോട്ടുകൾ ഇൻഡോറിലേക്ക് ചെടികൾ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു കല തന്നെയാണ്. അപ്പം അത് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ഒരെണ്ണമൊക്കെ നിന്ന് കഴിയുമ്പോഴത്തേക്കും ഭംഗിയില്ല. അപ്പം അതിന് പകരമായിട്ട് നമ്മൾ ഈ ഒരെണ്ണം വാങ്ങിച്ചിട്ട് തന്നെ 1 2 ഒക്കെ വാങ്ങിക്കാൻ പറ്റുന്നവർ അങ്ങനെ വാങ്ങിച്ചിട്ട് സെറ്റ് ചെയ്യുക. അല്ലാത്തവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഹൈറ്റ് വെക്കുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ മോൾ ഭാഗം നടുവും ചെയ്യാൻ, താഴ്ത്ത് പുതിയ ഷൂട്ടുകൾ വരും. അകത്ത് വെച്ച് കട്ട് ചെയ്തത് ഒക്കെ പുറത്ത് വെച്ചിട്ട് മാത്രം കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സൈസാണ് വരുന്നത്. ചെറിയ ഒരു ഹൈറ്റിൽ ഡിഫറൻസ് ഉള്ളതും ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഏകദേശം ഹൈറ്റ് ഇതാണ് വരുന്നത്. മെയിനായിട്ടും ഇതാണ് കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് വരുന്നത്. അത് ഇങ്ങനെ കേട്ടോ. മണ്ണിലാണ് കേട്ടോ വന്നേക്കണേ പ്ലാന്റ്. അപ്പം മണ്ണ് കുറച്ച് മാറ്റിയിട്ടായിരിക്കും നമ്മൾ വിടുക കേട്ടോ. രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഈ കോംബോയിലെ രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തന്നെ വേറൊരു കളറ്, ഒരു ഓറഞ്ച് കലർന്നിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡ്. എന്താ പറയുക അതിന്, കളറുകളൊന്നും കറക്റ്റായിട്ട് കിട്ടണില്ല കേട്ടോ. ഈ ഒരു കളറ്, ഒരു ചെറിയൊരു ഓറഞ്ചും കൂടെ ചേർത്തിട്ട്, ബേബി ഓറഞ്ച് എന്നൊക്കെ പറയില്ലേ നമ്മൾ, ആ ഒരു കളറും കൂടെ ചേർന്നിട്ടും പിന്നെ ഈ ഒരു കളറും ഇങ്ങനെ വരുന്നു. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് കേട്ടോ മെയിനായിട്ടും പറയാനുള്ളത്. എനിക്ക് കളറുകളൊന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ഇതിങ്ങനെ രണ്ടും വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ. ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ പ്ലാന്റ് ഇതാണ്. ഇതിൻ്റെ സൈസ് വരുന്നത് ഇതാണ് കേട്ടോ. ഇങ്ങനെ താഴെയുള്ള ലീഫുകൾ ഇങ്ങനെ ഒരു പച്ച ഷെയ്ഡായിരിക്കും കൂടുതൽ. പിന്നെ മുകളിലേക്ക് വരുന്തോറും ഇങ്ങനെ വരും കേട്ടോ. പുറത്ത് വെച്ചാലാണ് കൂടുതൽ നമുക്ക് ചെടികൾക്ക് വളർച്ച ഉണ്ടാവണം. ഇൻഡോറിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. നല്ല വെളിച്ചമുള്ള സ്ഥലത്തായിരിക്കണം കേട്ടോ അത് സെറ്റ് ചെയ്യേണ്ടത്. വെളിച്ചം കുറഞ്ഞു കഴിഞ്ഞാൽ ഇലകളൊക്കെ പെട്ടെന്ന് കൊഴിഞ്ഞു പോകും. അപ്പോൾ മഞ്ഞയ്ക്കും ഇലകൾ കൊഴിയും. അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ചെടിയുടെ ഇല കൊഴിയുന്നതെന്ന് ചോദിക്കാറുണ്ട്. വെളിച്ചം കുറഞ്ഞിട്ട് തന്നെയാണ്. പിന്നെ അപ്പോൾ അത് നന്നായിട്ട് വെളിച്ചമുള്ള സ്ഥലത്ത് തന്നെ നമ്മൾ ക്രമീകരിക്കുക കേട്ടോ. ഇതിൽ മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് മഞ്ഞയും പച്ചയും കൂടെ ചേർന്നിട്ടുള്ള വെറൈറ്റി. ഇങ്ങനെയാണ് കേട്ടോ. ഇലകൾ വ്യത്യാസമുണ്ട്. അതിൻ്റെ സൈസ് വരുന്നത് ഇത് കുറച്ച് സൈസ് കുറവാണ്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ. ഇത് കണ്ടോ, പൊക്കം കുറവാണ് കേട്ടോ. മറ്റേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പൊക്കം കുറവാണ്. ഇത് ഇങ്ങനെ ആയിരിക്കും. ഇതും കുറവാണ്. ഇതാണ് കേട്ടോ സൈസ് വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ സൈസ് വരുന്നത്. ഇങ്ങനെ ഇത് ഭയങ്കര സ്ലോ ഗ്രോത്താണ്. ഭയങ്കര പതുക്കെയാണ് വളരുള്ളൂ. ഒരു 2-3 മാസം കൂടുമ്പോഴൊക്കെയാണ് ഒരില വരുന്നത് കേട്ടോ. ഇതിൻ്റെ മറ്റേതൊക്കെ നമുക്ക് നല്ല ബർഗണ്ടി കളറും പിന്നെ ഈ ഒരു വെറൈറ്റികളൊക്കെ ഫാസ്റ്റ് ഗ്രോത്ത് ഉള്ളതാണ്. ഇതിന് കുറച്ച് വളർച്ച കുറവാണ്. ഇങ്ങനെ പതുക്കെയാണ് വളർച്ച ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസ് ഉണ്ടാവുമായിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഈ 3 പ്ലാന്റ് മണ്ണിലാണ് വന്നേക്കുന്നത് ഞാൻ പറഞ്ഞു. അപ്പോൾ മണ്ണിൽ തന്നെ മണ്ണിയും കൊക്കോപ്പിറ്റും കൂടെ ചേർത്തിട്ട് ഇതിനൊരു പ്രത്യേകിച്ചൊരു പോട്ടി മിക്സ് ആവശ്യമില്ല. നമുക്ക് ഏത് പോട്ടി മിക്സിലും പിടിച്ചു വരുന്നതാണ്.
പിന്നെ നട്ടിട്ട് എപ്പോഴും നമ്മൾ പുറത്ത് തന്നെ വെച്ച് ഭംഗിയാക്കി എടുക്കുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു വളർച്ച നിങ്ങൾക്ക് ഭംഗിയില്ലാതെ തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ കട്ട് ചെയ്തോളൂ. കട്ട് ചെയ്തിട്ട് ഒത്തിരി അതിൻ്റെ ചറം പോകാതിരിക്കാൻ ശ്രമിക്കണം കേട്ടോ. ഒന്ന് അവിടെ ഒന്നും മണ്ണോ എന്തെങ്കിലും മുകളിൽ പറ്റി കൊടുക്കാം. നമ്മളെപ്പോഴും അത് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ചറം വരുമ്പോഴത്തേക്കും ഇങ്ങനെ തന്നെ വെറുതെ മണ്ണെടുത്തിട്ട് അത് മോൾ ഭാഗത്തേക്ക് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ചെറിയൊരു ടിപ്പ് കേട്ടോ. അപ്പോൾ ഇത്രയും 3 പ്ലാന്റുകളാണുള്ളത്. അപ്പോൾ 3 പ്ലാന്റും കൂടെ 650 ആണ്. 650 പ്ലസ് കൊറിയറാണ്. ചെടികളുടെ വലുപ്പം അനുസരിച്ച് റേറ്റിന് വ്യത്യാസം ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതിപ്പോൾ നല്ല വലിപ്പമുള്ള പ്ലാന്റുകൾ തന്നെയാണ്. നമുക്ക് ഓൺലൈനിൽ അയക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഉള്ള പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ. പിന്നെ ഫിഡിലി ഫിഗ് ഒക്കെ നല്ല വലിപ്പമുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ 650 പ്ലസ് കൊറിയറാണ്. അപ്പോൾ താല്പര്യമുള്ളവർ വേഗത്തിൽ ഓർഡർ ചെയ്തോളൂ. അധികം സ്റ്റോക്ക് ഇല്ല കേട്ടോ, കുറച്ച് മാത്രം സ്റ്റോക്കുള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഓർഡർ ചെയ്തോളൂ. ഇതിന് മുമ്പ് നമ്മൾ ഓർഡർ ചെയ്തേക്കണവരാണെങ്കിൽ വേറെ കളറുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം കേട്ടോ. ഞാൻ കാറ്റലോഗിൽ കൊടുത്തേക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാമെന്ന്. അപ്പോൾ അതൊക്കെ നോക്കിക്കോളൂ കേട്ടോ. പിന്നെ എന്താ പറയാനുള്ള പ്രൊഫഷണൽ DTDC 2 കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുക. ഒന്നിനും പോട്ടുകൾ ഉണ്ടായിരിക്കുകയില്ല. മണ്ണിലുള്ള പ്ലാന്റുകൾ ഞാൻ എടുത്തു പറയുന്നത് മണ്ണിലും കൊക്കോപീറ്റിലും വരുമ്പോഴത്തേക്കും മണ്ണിൽ വെയിറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ മണ്ണ് കളഞ്ഞിട്ടായിരിക്കും നമ്മൾ വിടുക. അപ്പോൾ ചെറിയൊരു ക്ഷീണം ചിലപ്പോൾ ചെടികൾക്ക് ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. നിശ്ചയം വലിയ ക്ഷീണങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാൽ പോലും ഞാനത് എടുത്ത് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾ പുറത്ത് വെച്ചിട്ട് തന്നെ അത് നടാൻ ശ്രമിക്കുക കേട്ടോ. നമ്മൾ കഴിഞ്ഞ ആഴ്ച വിട്ടൊന്നും മണ്ണിലായതുകൊണ്ട് യാതൊരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. എന്നാലും ഞാനൊരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ പറയുകയാണ്. നമ്മൾ കൊക്കോപീറ്റിൽ വരുമ്പോൾ ചെടികൾക്ക് ഒരു തരത്തിലുള്ള ക്ഷീണങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പ്ലാന്റുകൾ നമുക്ക് വരുന്നില്ല, കൊക്കോപീറ്റിൽ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒത്തിരി പേർക്ക് ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളിത് മണ്ണിലുള്ള പ്ലാന്റുകൾ ഇപ്പോൾ കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല അല്ല. പുതിയ പ്ലാന്റ്സുകൾ വരുന്നുണ്ട് ഈ ആഴ്ചയിൽ. ഇനി അടുത്ത പുതിയ പ്ലാന്റ്സുകൾ ഇനിയും വരുന്നുണ്ട് കേട്ടോ. ഞാൻ കാറ്റലോഗ് അപ്ഡേറ്റ് ചെയ്തേക്കാം. നിങ്ങൾ കാറ്റലോഗ് ഒന്ന് നോക്കിക്കോളൂ. പിന്നെ അഡീനിയം പ്ലാന്റ്സ് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. 150യുടെ നമ്മൾ അഡീനിയം പ്ലാന്റ്സ് ചെയ്തിട്ടുണ്ടാണ്. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കാണിച്ചത് 150യുടെ അല്ലായിരുന്നു, 250യുടെ ഒക്കെ പ്ലാന്റുകളാണ് കാണിച്ചത്. പ്ലാന്റിൻ്റെ ഇതനുസരിച്ച് പ്രായം അനുസരിച്ച് റേറ്റിലും വ്യത്യാസം വരുന്ന അറിയാമല്ലോ. 150യുടെ പ്ലാന്റ് എന്ന് പറയുമ്പോൾ 1 വർഷത്തിൽ താഴെ പ്രായമുള്ള പ്ലാന്റുകൾ തന്നെ. അപ്പോൾ നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ ശ്രമിക്കാം കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.